എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. എനിക്കിന്ന് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അതൊന്ന് ഫ്രൈ ഉണ്ടാക്കാമെന്ന്. അപ്പം എന്നാൽ പിന്നെ അത് ഒരു വീഡിയോ അങ്ങ് എടുത്തുകളയെന്ന് വിചാരിച്ച്. അപ്പം അതാ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വേഗം വരാം. ആദ്യം ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ 1 കപ്പ് വലിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നമുക്കതൊന്ന് നല്ലോണം വാട്ടിയെടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കും. ഇത് അധിക നേരം ഇളക്കണ്ട. ഇത് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി എന്തെങ്കിലും അരിഞ്ഞിടാനുള്ളതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുത്ത് വെക്കാം. അപ്പം ഞാൻ ഈ സമയത്ത് 2 തക്കാളി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. വലിയുള്ളി ഗ്ലാസ് പോലെ ആയാൽ മതി കേട്ടോ. അപ്പോൾ തക്കാളിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നല്ലോണം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഇതും ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കത് നല്ലോണം തക്കാളി പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ അത് കണ്ടോ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കിയാൽ അതിലുള്ള ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് അത് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലോണം ഇളക്കി വാട്ടിയെടുക്കാം. അപ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. അപ്പം അത് ശ്രദ്ധിക്കണം. തക്കാളിയിലെ വെള്ളം വറ്റിയതിന് ശേഷം മാത്രമേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാവൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ 1 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. കുരുമുളകിൻ്റെ എരിവ കുറച്ച് മേലെ നിൽക്കേണ്ടത്, അന്നേരം കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ എല്ലാം ഈ പൊടികളുടെ എല്ലാം ഒരു പച്ചമണം പോകുന്നത് വരെ നല്ലോണം ഒന്ന് വാട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ കൂന്തൽ ഇത് ചേർത്ത് കൊടുക്കാം. കൂന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഇളക്കി ഈ കഷ്ണത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പും മുളകും എല്ലാം പിടിക്കുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നല്ലോണം ഇളക്കണേ. നല്ലോണം ഇളക്കി ആ ഒരു മഞ്ഞളും മുളകും എല്ലാം അതിൽ പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി എല്ലാം കൂടി തട്ടിപ്പൊത്തി വെച്ചിട്ട് മൂടി വെക്കാം. ഒരു 3 മിനിറ്റ് ഒന്ന് വേവട്ടെ. 3 മിനിറ്റ് വെന്തതിന് ശേഷം എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. വെള്ളം വന്നിട്ടുണ്ട് കണ്ട. 3 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ട വെള്ളമായിട്ടുണ്ട്. ഇതൊന്നും കൂടി ഇളക്കിയിട്ട് പിന്നെയും വേണമെങ്കിൽ മൂടി വെക്കാം, ഇല്ലെങ്കിൽ തുറന്നു വെച്ച് തന്നെ വേവിക്കാം കേട്ടോ. പക്ഷേ വെള്ളം കൂടുതൽ വറ്റിപ്പോയാൽ കരിഞ്ഞു പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ 5 മിനിറ്റേ വേണ്ടൂ. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പുളി, അതായത് ഒരു നെല്ലിക്ക സൈസ് ഒന്നും അത്രയൊന്നും വേണ്ട കേട്ടോ. ഒരു ചെറിയൊരു എന്താ പറയണ്ടേ, ഒരു പഴയ നമ്മളെ പണ്ടത്തെ നെല്ലിക്കയില്ലേ, അത്ര നെല്ലിക്ക സൈസ് പുളി ഒന്ന് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ട് ആ വെള്ളം ഇതിൽ ചേർത്ത് ഒരു 2 ടേബിൾ സ്പൂൺ പുളിവെള്ളമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അധികമൊന്നും വേണ്ട. എന്നാൽ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ ആ വെള്ളം വറ്റി നല്ല കണ്ട. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ചോറിലൊഴിച്ചിട്ട് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. കണ്ടില്ലേ, ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. താങ്ക് യു.